ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിനും പേര് വീണേക്കുന്നതിന് പുറകിൽ എന്തെങ്കിലും ആ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കാണും. ഫോർ എക്സാമ്പിൾ ഹിമാചൽ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ്, അതായത് ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ഥലം, അതാണ് ഹിമാചൽ പ്രദേശ്. രാജാക്കന്മാരും രാജകൊട്ടാരങ്ങളും ഉള്ള ഒരു രാജ്യം, അതാണ് രാജസ്ഥാൻ. തമിഴ് സംസാരിക്കുന്ന ഒരു രാജ്യം, അത് തമിഴ്നാട്. അതേപോലെ നാളികേരം അല്ലെങ്കിൽ കേര എന്ന ഒരു ഫലം കായ്ക്കുന്ന ഒരു നാട്, അതായത് ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടിയുടെ പുറത്ത് പേര് വെച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വീട് വെക്കുമ്പം ഓരോ മലയാളിയും ആദ്യം ചിന്തിക്കുന്നത് അതിനകത്ത് ഉപയോഗിക്കേണ്ട തടിയെക്കുറിച്ചാണ്. അപ്പം തടിയെക്കുറിച്ച് അല്ലെങ്കിൽ പലതരം തടികളുടെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്, അതൊക്കെ ഇത്രയും വ്യക്തമായിട്ട് അറിയാവുന്ന വേറെ ഏതൊരു സംസ്ഥാനക്കാർ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം കേരളത്തിലുള്ള അത്രയും തടിയെക്കുറിച്ചുള്ള ഒരു ജനറൽ നോളജ് ഇന്ത്യയിൽ വേറെ എങ്ങുമില്ല. അതുകൊണ്ടായിരിക്കാം നമ്മൾ വീട് വെക്കുമ്പോൾ അതിനകത്ത് ഇത്രയും കൂടുതൽ അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധിച്ച് തടി അതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ തടി ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ അന്യ സംസ്ഥാനങ്ങളുടെ വീടുകൾ കണ്ടിട്ടുണ്ട്, തടി നമ്മുടെ കണ്ണിപ്പെടത്തില്ല, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. പക്ഷേ ഒരു കേരളത്തിലെ ഒരു വീട്, എസ്പെഷ്യലി നല്ല പണം ചെലവാക്കി ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ തടിയായിരിക്കും ആദ്യം നമ്മുടെ കണ്ണിപ്പിടിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലത്തുള്ള വുഡൻ ടൈൽസിന്റെ കളക്ഷനാണ്. വുഡൻ ടൈൽസ് എപ്പോഴും ഏതൊരു വീടിനും ഒരു അലങ്കാരമാണ്. അതിനി ആരെ ഇൻവോൾവ് ചെയ്യാതെ കസ്റ്റമേഴ്സ് സ്വയം വീട് ചെയ്യുവാണെങ്കിലും, അല്ലെ ഒരു വലിയ ആർക്കിടെക്റ്റിനെ വിളിച്ച് ചെയ്യിച്ചാലും, ഒരു കോൺട്രാക്ടേഴ്സിനെ വിളിച്ച് ചെയ്യിച്ചാലും ഒറിജിനൽ വുഡ് വീട്ടിൽ കാണും. ഡെഫിനറ്റ്ലി അതിന് ഒരു റീപ്ലേസ്മെന്റും കേരളത്തിലില്ല. പക്ഷേ ടൈൽ ഇൻ വുഡ് പ്രിന്റ് ആൻഡ് വുഡ് സർഫേസസ് അത് വളരെ യുണീക്ക് ആണ്. ഒരു വീടും അതിന്റെ ഉപയോഗം ഇല്ലാതെ കംപ്ലീറ്റ് ആവുന്നില്ല. സോ നമുക്ക് ആദ്യം 4x2 സൈസിലുള്ള വുഡൻ കളക്ഷനിൽ നിന്ന് തുടങ്ങാം. കാരണം 4x2 കാട്ടിലും വലിയ സൈസിലെ വുഡ് നമ്മൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ വുഡ് എന്ന് പറഞ്ഞാൽ വെങ്കെ എന്ന് പറയുന്ന ഒരു വുഡാണ്. ഇത് ഒറിജിനലി ഇത് എന്തുവാണ്, ഐ തിങ്ക് മഹാഗണി ആണെന്ന് തോന്നുന്നു. മഹാഗണി എത്രയും ഡാർക്ക് ആയിട്ട് വരത്തുള്ളൂ. പക്ഷെ ജനറലി പ്ലൈവുഡ് അല്ലെ ലാമിനേറ്റ്സിന്റെ ലോകത്തിൽ ഈ കളറിന് പറയുന്ന പേരാണ് വെങ്കെ. ഒരു സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാമിനേറ്റ് കളർ ആയിരുന്നു. ഇപ്പോഴും പോപ്പുലർ ആണ്, പക്ഷെ പഴയതുപോലെ അല്ല. ഇപ്പൊ കുറച്ചുകൂടെ വാർമർ ഈ കളറിലെ ലാമിനേറ്റ്സ് ആണ് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കപ്പെടുന്നത്. സോ ഇതാണ് വെങ്കയ്ക്കകത്ത് ലോഗ് ആൽമണ്ട് എന്ന് പറയുന്ന ഈ ടൈല്. നെക്സ്റ്റ് വളരെയധികം ചിലവുള്ള ഒരു ടൈലാണ് നമുക്ക് വന്നേക്കുന്നത് ഈജിപ്ഷ്യൻ ബീജ്. ബേസിക്കലി തേക്കിന്റെ ഗ്രെയിൻസ് ആണ്, പക്ഷെ നല്ല ഗോൾഡൻ ഹ്യൂ ഉള്ള തേക്കിന്റെ ഗ്രെയിൻസ് ആണ്. അത് കഴിഞ്ഞ് നൈൽ ബ്രൗൺ ഉണ്ട്. നൈൽ ബ്രൗണിനകത്ത് ഇട്ടേക്കുന്ന പ്രത്യേകിച്ച് ഒരു വുഡിന്റെ അല്ല, മൾട്ടിപ്പിൾ വുഡ്സിന്റെ പ്രിന്റ്, അതിന്റെ പ്ലാങ്സിന്റെ ഡിസൈൻ ഒരേ ടൈലിനകത്ത് ഇട്ടേക്കും. അപ്പം ഈ ടൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ ശരിക്കും വുഡൻ പ്ലാങ്സ്, അതായത് പല സൈസിലുള്ള വുഡൻ പ്ലാങ്സ് വീട്ടിൽ വിരിച്ച ഒരു ഫീലിംഗ് വരും. അത്രയും ഹൈ ക്വാളിറ്റി വർക്ക് അല്ല, പക്ഷെ അത് ഫോർ സമ്മൺ പ്ലാങ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് മാത്രം. ഏറ്റവും താഴെ കാണുന്നത് എക്സ്റ്റീരിയോ ബ്രൗൺ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ പ്രത്യേകിച്ച് ഒരു വുഡിന്റെ പേര് ഇത് പറയുന്നില്ല. എനിക്കും പ്രത്യേകിച്ച് അറിയത്തില്ല ആക്ച്വൽ നേച്ചറിൽ ഇത് ഏത് വുഡാണെന്ന്. പക്ഷെ നല്ല ഗ്രെയിൻസും നല്ല ഗ്രഡേഷനും ഉള്ള ഒരു ടൈലാണ്. ഒരുപാട് ഞൊട്ടുകൾ എന്ന് നമ്മൾ പറയും തേക്കിനകത്ത് വരുന്നത്. ഇവിടെ 1 2 3 4 5 6 7 8 ഐ തിങ്ക് ഈ കാണുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ബഡ്സ് വരുന്ന അല്ലെങ്കിൽ ബ്രാഞ്ച് ബഡിങ്ങിന്റെ പോയിന്റ് വരുന്ന ഒരു ടൈലാണ്. സോ അതിനെക്കാട്ടിലും കൂടുതൽ ബഡിങ് പോയിന്റ്സ് ഉള്ള ഒരു ടൈലാണ്. സോ ഇത് ആക്ച്വലി നാച്ചുറൽ ടൈൽ അല്ല. ബൈ നോ മീൻസ് ദിസ് കനോട്ട് ബി നാച്ചുറൽ ടൈൽ. സോ സെൽറ്റിക് ഹണി എന്ന് പറയുന്ന ഈ ടൈല്, സോ ഇത് ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിന്റെ ഇമാജിനേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ വുഡ് ഈസ് വുഡ്. ഏത് രൂപത്തിലും ഏതൊരു കളറിലും വുഡിന് അതിന്റെ തനത്തായ ഒരു സൗന്ദര്യമുണ്ട്. സോ ആ സൗന്ദര്യം സെൽറ്റിക് ഹണിക്കും ഉണ്ട്. അതിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ടൈൽ എന്ന് പറഞ്ഞാൽ ഇത് കാർവിംഗ് ടൈലാ. ഒലിവ് വുഡ് കോഫി എന്ന് പറയും. ഒലിവ് വുഡ് കോഫിക്കകത്ത് ബേസ് കളർ ഒരു ടോപ്പേ കളറാണ്. ടോപ്പേ കളറിനകത്ത് ഇതും നേച്ചറിൽ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ടോപ്പേ കളർ കൊടുത്തിട്ട് ഈ ലൈൻസിനകത്ത് സിൽവർ കാർവിംഗ്, അല്ലെങ്കിൽ ഐ തിങ്ക് സിൽവർ അല്ല, കുറച്ചുകൂടെ ഡാർക്ക് ഗ്രേ കാർവിംഗ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലൈൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാം. ഈ ലൈൻസിനകത്ത് എല്ലാം ഒരു ചെറിയ തിളങ്ങുന്ന ഒരു മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി ഗ്യാരണ്ടീഡ്. ഒരിക്കലും ഇളകി പോകത്തില്ല. സോ ദിസ് ഈസ് ഒലിവ് വുഡ് കോഫി ഫോർ യു. അതിന്റെ താഴെ ഉള്ളത് ഈജിപ്ഷ്യൻ ബ്രൗൺ ആണ്. ഈജിപ്ഷ്യൻ ബീച്ച് നമ്മൾ നേരത്തെ കണ്ട അതിന്റെ തന്നെ സ്വല്പം കൂടെ ഡാർക്കർ വേർഷൻ ആണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നവർക്ക്. ലാസ്റ്റിൽ ഒലിവ് വുഡ് വെങ്കെ, അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒലിവ് വുഡ് കോഫി പോലെ തന്നെ കാർവിംഗ് ടൈലാണ്. ബേസ് ഒരു ടീക്കിന്റെ ബേസ് ആണ്. ടീക്ക് ബേസിനകത്ത് ഇത് ആർട്ടിസ്റ്റിന്റെ ഇമാജിനേഷൻ വെച്ച് ചെയ്തേക്കുന്ന ടൈലാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രിന്റ്, ആക്ച്വൽ പ്രിന്റ് അല്ല. സോ ഇതിനകത്തും അതേപോലെ ഓരോ ലൈനും നമുക്ക് ഫീൽ ചെയ്യാം. ഈ ലൈനിനകത്ത് ഒരു ഡാർക്ക് ഗ്രേ ഗ്ലിറ്റർ ഫിൽ ചെയ്തിട്ടുണ്ട്. സോ വളരെ അട്രാക്റ്റീവ് ആണ്. ഒരുപാട് സെലക്ഷൻ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഒലിവ് വുഡ് കോഫിയും ഒലിവ് വുഡ് വെങ്കയും. ഇപ്പൊ നമ്മൾ ഈ കണ്ട 8 ടൈലും പിന്നെ ഇപ്പൊ ഈ കാണാൻ പോകുന്ന 9ാമത്തെ ടൈൽ, ഇതെല്ലാം അൺബ്രാൻഡഡ് ടൈൽസ് ആണ്. അതുകൊണ്ട് വളരെ ലോ പ്രൈസ് ആണ്. ഇത് കാണുന്നത് ഇതിനൊരു പേരില്ല, ഒരു നമ്പർ ആവുള്ള ഈ കമ്പനി നമ്പറാണ് അവിടെ നോമൻക്ലേച്ചർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കാണാം ഇതിനകത്ത് ബേസിക്കലി ടൈലിനകത്ത് ഒന്നുമില്ല. ഒരു ബേസിക് വുഡിന്റെ ഒരു പ്രിന്റും കുറച്ച് ഗ്രെയിൻസും, പക്ഷേ ഉള്ളത് വളരെ റിയലിസ്റ്റിക് ആണ്. പ്രൈസ് അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ്. ബിലോ 40 rupees റേഞ്ച് ആണ്. ഇപ്പൊ ഈ
കാണുന്ന താഴെ ബർണറ്റ് വാൾനട്ട് നിങ്ങൾക്ക് കാണാം സ്വല്പം ഒരു ഡാർക്ക് ടൈലാണ്, ഒരു ഡാർക്ക് ബേൺഡ് വുഡ്. തൊടുമ്പോൾ തന്നെ അറിയാം വെരി ഹൈ ക്വാളിറ്റി ആൻഡ് കളറും ഗ്രേഡേഷനും എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ സ്വല്പം ഡാർക്കാണ്. പക്ഷേ എല്ലാം ലൈറ്റ് ആകുമ്പോൾ ഒരു ഷോറൂം ആകുമ്പോൾ നമുക്ക് ഡാർക്ക് ഓപ്ഷനും വേണം. ബട്ട് നല്ല രീതിയിൽ അക്സെപ്റ്റഡ് ആണ്. ഇതാണ് ബർണറ്റ് വാൾനട്ട്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പേരല്ല, ഇതിന്റെ കളറും അല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കെറോനൈറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കെറോനൈറ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു. അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുവാണ് കെറോനൈറ്റിന്റെ പ്രത്യേകത, എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കെറോനൈറ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അപ്കമിംഗ് ബ്രാൻഡ് ആണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൈസ് ഇനി കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. കാരണം ഏറ്റവും ബോട്ടം പ്രൈസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കെറോനൈറ്റിന്റെ ബർണറ്റ് വാൾനട്ട്. ഈ കാണുന്ന ടൈല് ഒരു കാർവിംഗ് ടൈലാണ്. അൺബ്രാൻഡഡ് ആണ്, പക്ഷേ കാർവിംഗ് ആണ്. സോ അൺബ്രാൻഡഡിനകത്ത് കാർവിംഗ് വരുമ്പം അത് ട്രസ്റ്റ് ചെയ്യാമോ എന്ന് പല കസ്റ്റമേഴ്സിനും ഡൗട്ട് വന്നേക്കാം. ആക്ച്വലി ഇതിന് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഒരു കാർവിംഗ് ടൈൽ ഇറക്കുമ്പോൾ അത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഇറക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിലാണ് അവരത് ഇറക്കുന്നത്. ഞാൻ ഈ ചാനലിൽ എൻ്റെ 170 വീഡിയോസായി ഞാൻ എപ്പോഴും അൺബ്രാൻഡഡിനെ ബ്രാൻഡഡിന്റെ താഴെ നിർത്തത്തുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളെ എന്നെ പോലെ ക്രിട്ടിക്കലി ഇതിനെയൊക്കെ വാച്ച് ചെയ്യുന്നവരെ വരെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ട് ആണിത്. കാർവിംഗ് ടൈലിന് വരുമ്പം കമ്പനിക്കാർ, അതായത് വലിയ കമ്പനിക്കാർ അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനിക്കാർ, ലിസ്റ്റഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിക്കാർ, അവർ നല്ല രീതിയിൽ ഇതിനകത്ത് ഒരു പിശുക്ക് കാണിക്കും. കാരണം അവർ വളരെയധികം ക്വാളിറ്റി കോൺഷ്യസ് ആണ്. ക്വാളിറ്റി കോൺഷ്യസ് ആയതുകൊണ്ട് അവർക്ക് കാർവിംഗ് കൂടുതലായി കഴിഞ്ഞാൽ മാർക്കറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ബ്രാൻഡഡ് കമ്പനീസിന് എപ്പോഴും ഒരു പേടിയുണ്ട്. പക്ഷേ അൺബ്രാൻഡഡ് കമ്പനീസ് നമുക്കറിയാം എപ്പോഴും എല്ലാം ഓവറാക്കി നിർത്തുന്ന ഒരു പ്രകൃതമാണ് അൺബ്രാൻഡഡ് കമ്പനീസ്. ഇപ്പം നിറം കണ്ടാൽ തന്നെ ഇതിനകത്ത് ഹെവി ഓറഞ്ച് കളറാ, അല്ലെങ്കിൽ ഇതിനകത്ത് ഹെവി ഓറഞ്ച് കളറാ. ഇതൊന്നും നേച്ചറിൽ ഇത്രയും ഡാർക്ക് കളേഴ്സ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് നേച്ചറിൽ ഇത്രയും ഡാർക്ക് കളർ ഇടണമെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്യണം, അല്ലാതെ നേച്ചറിൽ നാച്ചുറൽ ആയിട്ട് ഇത്രയും കളർ വരുന്നില്ല. സോ ഈ അൺബ്രാൻഡഡ് ടൈൽസ് നോർമൽ ടൈൽസിനകത്ത് കളർ കൂട്ടിയിടുമ്പം അത് ശരിക്കും അതിന് ഭംഗി ആക്ച്വലി വുഡൻ അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനീസിനെക്കാട്ടിലും ബ്രാൻഡഡ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈൽസിനെക്കാട്ടിലും ഭംഗി കുറയുമ്പോൾ കാർവിംഗിനകത്ത് അവർ ഈ കാർവിംഗ് എലമെന്റ്, അതായത് ഇതിന്റെ ഫൈനൽ ലെയർ, ഇതിന്റെ മുകളിലുള്ള ഈ ഫൈനൽ ലെയറിനെ കുറച്ചുകൂടെ തിക്കാക്കി അതിനകത്ത് കുറച്ചുകൂടെ ഡ്രമാറ്റിക് എലമെന്റ്സ് കൂട്ടിയിടുമ്പോൾ ശരിക്കും ബ്രാൻഡഡ് ടൈൽസിനെക്കാട്ടിലും ഇതിന് കാർവിംഗ് ടൈൽസിന് ഭംഗി കൂടുതലാണ്. സോ ഞാൻ ഇത്രയും വലിയ കഥ പറഞ്ഞത് ഇത് എത്രത്തോളം മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ചുരുക്കി പറയാം, അൺബ്രാൻഡഡ് ടൈൽസിന്റെ നോർമൽ ടൈൽസ് ബ്രാൻഡഡ് ടൈൽസിനെക്കാട്ടിലും ഇൻഫീരിയർ ആണ്. പക്ഷേ അൺബ്രാൻഡഡ് ടൈൽസിന്റെ കാർവിംഗ് ടൈൽസ്, അതിനി വുഡ് ആയാലും ഏത് പ്രിന്റ് ആയാലും അതിന്റെ സർഫേസിന്റെ ക്വാളിറ്റി എപ്പോഴും ബ്രാൻഡഡ് ടൈൽസിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു കടയിൽ പോയി അൺബ്രാൻഡഡ് ടൈൽസിന്റെ കാർവിംഗ് ടൈൽസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ താഴെ നമ്മൾ കാണുന്ന ടൈല് അത് നമ്മൾ നിറ്റ്കോയുടെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞ ഒരു ടൈലാണ്. അതിന്റെ പേരാണ് ഹസ്ക് ടാൻ. ഹസ്ക് ടാൻ നമ്മൾ അന്നും ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. ഹസ്ക് ടാൻ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു ടൈലാണ്. നിറ്റ്കോയുടെ ടൈലാണ്. സോ അത് പറയേണ്ട കാര്യമില്ല. നിറ്റ്കോയുടെ ഏതൊരു പ്രൊഡക്റ്റിന്റെയും കളറും പ്രിന്റ് സെലക്ഷനും അൾട്ടിമേറ്റ് ആയിരിക്കും. അവർ ഒരു കമ്പനിയുടെയും പുറയിലല്ല, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കമ്പനിയാണ് കളർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും പ്രിന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും. അതായത് ബേസിക്കലി എല്ലാ രീതിയിലുള്ള R&Dയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് നിറ്റ്കോ. സോ ഹസ്ക് ടാൻ അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്ട്സിൽ ഒന്നാണ്. പേഴ്സണലി ഈ കടയിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈലാണ് ഹസ്ക് ടാൻ. ഇത് വെച്ച് ബെഡ്റൂം, ലിവിംഗ് റൂം, ഫുൾ വീട് ചെയ്യാം, കിച്ചൺ ചെയ്യാം. ചെറിയൊരു സ്പേസിൽ ഈ ടൈൽ ഇടുന്നത് ഈ ടൈലിനോട് കാണിക്കുന്ന ഒരു ജസ്റ്റിസ് അല്ല. ശരിക്കും വലിയ സ്പേസ്, ഒരുപാട് ലൈറ്റ് വന്ന് കളിച്ച് ഒരു ദിവസത്തെ പല സമയത്തെ ലൈറ്റ് കയറുന്ന ഒരു സ്ഥലത്തൊക്കെ ഇടാൻ അർഹതപ്പെടുന്ന ഒരു ടൈലാണ് ഹസ്ക് ടാൻ. സോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ വരാം, ഹസ്ക് ടാൻ കാണാം, സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് വളരെ കുറവാണ്, പക്ഷേ ഉടനെ റീഫിൽ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഹസ്ക് ടാൻ ഫോർ യു. ഹസ്ക് ടാൻ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ടൈൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈൽ ഇൻഡസ്ട്രി തന്നെ ഒരു ടൈലാണ്, ഒരു ചരിത്രം സൃഷ്ടിച്ച ടൈലാണ്. കാരണം വുഡൻ ടൈല് ഒരു സൈഡ് ലൈൻ ആയിട്ട് കിടന്ന ഒരു സമയത്ത് കജാരിയ എറ്റർണിറ്റി ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നു. ഇതിന്റെ പേരാണ് ടിംബർ റോസ്വുഡ്. വി ആർ ടോക്കിംഗ് അബൌട്ട് 2012-14 കാലഘട്ടമാണ് നമ്മൾ ഈ പറയുന്നത്. എന്നൊക്കെ 12 വർഷം മുമ്പ് എറ്റർണിറ്റി പൊങ്ങി വരുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് കജാരിയ എറ്റർണിറ്റി ചെയ്ത ഒരു ഏറ്റവും വലിയൊരു വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. അവർ അതിനകത്ത് വുഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഇറക്കി. എല്ലാ കമ്പനിക്കും വുഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർ അതിനകത്ത് ഒരു താല്പര്യവും കാണിക്കത്തില്ലായിരുന്നു. പക്ഷെ കജാരിയ അതിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു വുഡ് ആൾക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അത് ടാപ്പ് ചെയ്യണം, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അത് സെല്ല് ചെയ്യണം, അത് നല്ല രീതിയിൽ ഡിസ്പ്ലേ ഇടണം, ഡിസ്പ്ലേ ഇട്ട് ആൾക്കാരുടെ മനസ്സ് അതിലേക്ക് കൊണ്ടുവന്ന് അത് സെല്ല് ചെയ്യണം എന്നൊരു ടാർഗറ്റോടെ കജാരിയ എറ്റർണിറ്റി വന്ന് ആ ഒരു ഡ്രൈവിനകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് എടുത്ത ഒരു ടൈലാണ് ടിംബർ റോസ്വുഡ്. ടിംബർ റോസ്വുഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രക്ചേർഡ് സർഫേസ് ടൈലാണ്, വിച്ച് മീൻസ് പ്രിന്റ് മാത്രമല്ല ഇതിന്റെ ബോഡി
ബോഡിക്കകത്ത് തന്നെ ഒരു ചെറിയൊരു പഞ്ച് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ച് കൊടുക്കുമ്പോൾ എന്തോ പറ്റുന്നത് വെച്ചാൽ വുഡിന്റെ നമുക്കറിയാം ഇനി ഏത് വുഡ് ആണെങ്കിലും അതിനകത്ത് സർഫേസിൽ അല്ലെങ്കിൽ അതിന്റെ ഓരോ സർഫേസിലും അതിന് സോഫ്റ്റ് പാർട്ടും ഹാർഡ് പാർട്ടും കാണും. ക്രമേണ കുറെ വർഷം കഴിയുമ്പോൾ ഈ സോഫ്റ്റ് പാർട്സ് അങ്ങ് ഇളകി പോയിട്ട് നമ്മൾ ഗ്രാനൈറ്റിനകത്ത് കാണുന്ന പോലത്തെ ഒരു ലപ്പാട്ടോ ഫിനിഷിലേക്ക് വുഡ് വരും. അപ്പം ഇതാണ് ടൈലിനകത്ത് നമ്മൾ ആ ഒരു എഫക്ട് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ബോഡി അതായത് അതിന്റെ സർഫേസിനെ പ്ലെയിൻ ആയിട്ട് നിർത്താതെ, ഇപ്പം ഹസാനിനകത്ത് നമുക്കറിയാം സർഫേസ് പ്ലെയിൻ ആണ്, അങ്ങോട്ട് കണ്ട ഗുജറാത്ത് ടൈൽസിനകത്ത് എല്ലാം സർഫേസ് പ്ലെയിൻ ആണ്. പക്ഷേ ഇതിനകത്ത് സർഫേസ് പ്ലെയിൻ അല്ല, സർഫേസിനകത്ത് ഒരു പഞ്ച് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ലെവൽ അല്ല സർഫേസ് നമുക്ക് മനസ്സിലാവും. അതിന്റെ പുറത്ത് ഈ ഇട്ടേക്കുന്ന കളറിനകത്ത് ഒട്ടും ഗ്ലോസിനെസ് ഇല്ല, അതായത് പക്ക മാറ്റ് കളറാണ്. സോ ഇതിനകത്തൊന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യത്തില്ല. പിന്നെ ഈ ഇട്ടേക്കുന്ന കളറിന്റെ ഹ്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ പെർസീവ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ ഇത് എങ്ങനെ കിടക്കുന്നു, അതാണ് ഇതിന്റെ മുകളിൽ കിടക്കുന്ന ആ പർട്ടിക്കുലർ കളറിന്റെ ആ ഹ്യൂ എന്ന് പറയുന്നതാണ് ഈ ടൈലിന്റെ വിജയം. അതായത് ഈ ഒരു ഹ്യൂ, ഈ ഒരു ഗ്രേഡേഷൻ ഇത് അച്ചീവ് ചെയ്യാൻ ഇന്നേ വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ടൈലിനും പറ്റിയിട്ടില്ല. 12 വർഷം മുമ്പ് ഇത് ഇറങ്ങിയ ദിവസം ഇതെങ്ങനെ സക്സസ് ആണോ, ഇന്ന് 12 വർഷം കഴിഞ്ഞും കജാരിയയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും സെയിൽസിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ടൈലാണ്. സോ 2 ടൈൽ ഒരേ ബോക്സിൽ നിന്ന് എടുത്ത 2 ടൈൽ, അതിന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ തന്നെ കാണാം. ഈ ടൈലും തമ്മിൽ ഒരു സാമ്യമില്ല, പക്ഷേ ഓറിയന്റേഷൻസ് ഉണ്ട്. ലൈൻസ് സ്ട്രേറ്റ് ആയിട്ട് പോകുന്ന ഗ്രെയിൻസ്, അതിനകത്ത് മാറ്റമില്ല. ബട്ട് അതർവൈസ് കളറ്, അതിന്റെ ഗ്രേഡേഷൻ, അതിന്റെ ഈ ബഡ്സിന്റെ ഒരു പൊസിഷനിങ്, അതിന്റെ ഫ്രീക്വൻസി, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഈ ഒരു റിയലിസ്റ്റിക് ലുക്കാണ്. ഒരു പക്ഷേ ഇത് ഇട്ട ഒരു ഫ്ലോർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തേടി പിടിച്ച് ഈ ടൈല് തന്നെ വുഡിലിടും. റൂംസിനകത്തൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ആംബിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ എന്ന് വേണം, വുഡൻ പ്രിന്റ് ഉള്ള ടൈൽ എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഈ വീഡിയോക്കകത്ത് കേട്ടിരുന്നതിന് നന്ദി. അപ്പം നമുക്ക് അടുത്ത ടൈലിലേക്ക് പോകാം. ഇതിന്റെ തന്നെ കസിനാണ്, അതായത് ടിംബർ ഓക്ക്. ഇത് ടിംബർ റോസ്വുഡ് ആണ്. ടിംബർ സീരീസിൽ തന്നെ കജാരി എറ്റേണിറ്റിയുടെ ടിംബർ ഓക്ക് ആണ്. ടിംബർ ഓക്കിനകത്ത് ബേസിക്കലി ഗ്രെയിൻസ് മാറുന്നില്ല, പേര് മാത്രമേ മാറുന്നുള്ളൂ. ഗ്രെയിൻസ് സെയിം ആണ്, പക്ഷേ ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പോൾ യെല്ലോയിഷ് കളർ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളർ ആഗ്രഹിക്കുന്നവർക്കുള്ള കളറാണ്. നമ്മൾ അടുത്ത വുഡൻ കളക്ഷനിലേക്ക് പോകുമ്പോൾ 2 ടൈലാണ് ഇവിടെ ഇരിക്കുന്നത്. മേളിലിരിക്കുന്ന ആർഐക്കയുടെ പോർസലൈൻ ടൈലാണ്, അതായത് ഫുള്ളി വിട്രിഫൈഡ് അല്ല. സോ വളരെയധികം പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ പ്രത്യേകത ഈ ടൈലിന്റെ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് സർഫേസ്, അതായത് ടിംബർ റോസ്വുഡിനുള്ളതുപോലെ തന്നെ സർഫേസ് സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ നോർമലി ഫുള്ളി വിട്രിഫൈഡ് മെറ്റീരിയൽ അല്ലാത്തതിനകത്ത് കമ്പനിക്കാർ റിസ്ക് എടുക്കാറില്ല, അവർ ഈ സ്ട്രക്ചറിന്റെ പഞ്ച് അതിനകത്ത് ചെയ്യാറില്ല. കാരണം ഇതൊരു അഡീഷണൽ സ്റ്റെപ്പാണ്. അപ്പം അത് ചെയ്ത് കോസ്റ്റ് കൂട്ടാറില്ല. പക്ഷേ ഇത് വളരെ ലോവസ്റ്റ് കോസ്റ്റ്, അതായത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ 2x2 പോർസലൈൻ എത്ര ലോ പ്രൈസിന് കിട്ടാൻ പറ്റുമോ ഇതിനെ ബീറ്റ് ചെയ്യാൻ ഒരു കമ്പനിക്കും പറ്റത്തില്ല. ആർഐകെ പോലെ ഒരു കമ്പനിയുടെ സാധനം ഈ പ്രൈസ് റേഞ്ചിൽ സ്ട്രക്ചേർഡ് സർഫേസും അതേപോലെ ഗ്ലോസ് പ്രിന്റ്, ഞാൻ ഇവിടെ പറഞ്ഞത് ടിംബർ റോസ്വുഡിൽ ഗ്ലോസ് പ്രിന്റ് ഇല്ല, നല്ല മാറ്റിഷ് ഫിനിഷ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ അറിയാം അതിനകത്ത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ റിച്ച് ക്ലാസിക് ലുക്കാണ് ഈ ടൈല്. 2x2 ആണെങ്കിലും 4x2 ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരു ടൈലാണ്. സോ സാൻഡൽവുഡ് ആണ് ആർഐക്കയുടെ നമ്മുടെ കളക്ഷനിലെ ഏറ്റവും വലിയ സ്റ്റാർ ഇപ്പോഴത്തെ. ഇതിന് താഴെ കജാരിയ ഇൻഫിനിറ്റി നമുക്കറിയാം. കജാരിയ ഇൻഫിനിറ്റിക്ക് 2x2 ഉണ്ട്. നമ്മൾ നോർമലി ഇൻഫിനിറ്റിയെ കുറിച്ച് പറഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ആ വീഡിയോക്കകത്ത് ഞാൻ 4x2 മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. 2x2 കുറിച്ചും പറയേണ്ടതായിരുന്നു, കാരണം ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് ഇൻഫിനിറ്റിയുടെ 2x2 ആൻഡ് സർപ്രൈസിംഗ്ലി ലോ പ്രൈസ് ആണ്, sub 50 rupees പ്രൈസിംഗ് ആണ്. അപ്പം അതിനകത്ത് ഏറ്റവും സ്റ്റാർ വുഡൻ പ്രിന്റ് ആണ് റോബിൾ ടീക്ക് എന്ന് പറയുന്നത്. റോബിൾ ടീക്കും ഹസ്റ്റാൻ പോലെ തന്നെ വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു വുഡ്. അപ്പോൾ ഞാനൊരു ക്ലാസി ആയിട്ടുള്ള ഒരു വുഡ് എന്ന് ഞാൻ പറയുമ്പം ലെറ്റ്സ് ഒരു 5-star ഹോട്ടലിന്റെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് ഒരു വുഡ് യൂസ് ചെയ്യണം. അപ്പം അവർ ഏത് വുഡ് യൂസ് ചെയ്യും, അല്ല എങ്ങനത്തെ ഗ്രെയിൻസ് അവർ യൂസ് ചെയ്യും, ഇപ്പം എല്ലാം നമുക്ക് ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ മതി. അപ്പം അവർ ഉപയോഗിക്കുന്ന ടൈൽ ഏതായിരിക്കും, അതായിരിക്കും ഈ ഹസ്റ്റാൻ. കാരണം ജനറലി ഞങ്ങൾ ഇത് സ്റ്റഡി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് 5-star ഹോട്ടൽസ് യൂസ് ചെയ്യുന്ന മാർബിൾ, അവർ യൂസ് ചെയ്യുന്ന ക്ലോസറ്റ്സ്, ഫോസറ്റ്സ്, അവരുടെ ബാത്റൂമിന്റെ പാർട്ടീഷൻ സ്കീം, അവരുടെ റൂമിന്റെ ഡെക്കോർ, ഇപ്പം ഇതിനെല്ലാത്തിനും ഒരു ഫോർമുല ഉണ്ട്. അല്ലാതെ വെറുതെ ആർക്കും തോന്നിയ പോലെ ചെയ്ത് 5-star സ്റ്റാറ്റസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഏത് 5-star ഹോട്ടലിന്റെ റൂംസിൽ പോയാലും ഇതിന് എവിടെയെങ്കിലും ഒരു സാമ്യം, നമുക്ക് ഒരു സമാനത ഈ പല ടൈപ്പ് ഹോട്ടൽ, ഇപ്പൊ താജ് ആണെങ്കിലും മാരിയറ്റ് ആണെങ്കിലും ഹയാത്ത് ആണെങ്കിലും എവിടെ പോയാലും ഒരു കോമൺ ഫീൽ അതിനകത്തുണ്ട്. കാരണം ബേസിക്കലി ഇതെല്ലാം ഒരു ഫോർമുല വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഫോർമുലയ്ക്കകത്ത് വീഴുന്ന ഒരു ടൈപ്പ് ഷെയ്ഡ്, ഒരു വുഡിന്റെ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് ഉണ്ട്, ഒരു ഗ്രെയിൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് വരുന്നതാണ് ഈ ഹസ്റ്റാൻ, അതിനകത്ത് വരുന്നതാണ് റോബിൾ ടീക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോബിൾ ടീക്ക്, ഞാൻ പേഴ്സണലി ഒരു പർച്ചേസ് മാനേജർ എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് ഈ ടൈലിന്റെ ഇമേജ് കണ്ട് ഞാൻ ഇത് എടുത്തു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇത് ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഇത് അത്രയും ബ്യൂട്ടിഫുൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ടൈലൊക്കെ 4x2
സൈസിൽ ഈ ഗ്രെയിൻസും ഈ പാറ്റേണും ഇതെല്ലാം വരേണ്ടതാണ്. പക്ഷെ സംഭവം അവർ 2x2 സൈസിലും തന്ന് അത് സബ് 50 റുപ്പീസിൽ നമുക്ക് സെല് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട്. സോ ഈ റോബിൾ ടീക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വന്നേ, പല വീടുകളും അതായത് വലിയ ടൈൽസ് 6x4 ടൈല് ഹോളിലേക്ക് എടുത്ത്, അതേപോലെ 160-80 എടുത്ത വീടുകൾ, അല്ലെങ്കിൽ 4x2 തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലുള്ള മെറ്റീരിയൽ എടുത്ത വീടുകൾ ഈ മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് വീടിനകത്ത്. അതായത് അവർക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു 2x2 എടുക്കാൻ. പക്ഷേ ഈ ടൈല് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഇത്ര നല്ല ടൈല് ഞങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അവർ കിച്ചണിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ ഇത് ഉപയോഗിച്ച് തന്നെ എനിക്ക് തന്നെ 4-5 കേസസ് ഓർമ്മയുണ്ട്. സോ അതാണ് ഈ ടൈലിന്റെ ചാം. അപ്പം വിഷ്വൽ മീഡിയ ആണ് നിങ്ങൾ കാണുന്ന ഷൂട്ട് ചെയ്യുന്ന സെൻസർ ഇതൊക്കെ എങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ആക്ച്വലി ഗ്രെയിൻസ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിനകത്ത് കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് ഇതൊക്കെ പറയുന്നത്. സോ നേരിട്ട് വന്നാൽ കാണാം, മേടിക്കാം, നല്ല സ്റ്റോക്ക് ഉണ്ട്. ഇനി അടുത്ത നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ 2023 നവംബറിൽ ഞങ്ങൾ വിഡ്രോ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്, ഞങ്ങൾ സറണ്ടർ ചെയ്ത ഡീലർഷിപ്പാണ്. കജാരിയുടെ ഗ്രസ്റ്റഫ് എന്ന് പറയുന്ന ഒരു ടൈലാണ്. അതിൽ ഗ്രസ്റ്റഫ് നമുക്കറിയാം ഫുള്ളി വിട്രിഫൈഡ് അല്ല, ഗ്രസ്റ്റഫ് ഒരു സെപ്പറേറ്റ് ഡിവിഷനാണ് കജാരിയുടെ, വിട്രിഫൈഡ് പ്രൊഡക്ട്സ് അല്ലാത്ത ഒരു ഡിവിഷനാണ്. അപ്പോൾ ഇപ്പോൾ 1 വർഷം 1 മാസമായി ഇത് നിർത്തിയിട്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ബാലൻസ് ഇരിക്കുന്നതിൽ ഒരു മെറ്റീരിയലാണ് ഇത്. ഇതിൻ്റെ പേര് എസൻസ ടീക്കും എസൻസ വെങ്കയും. സോ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു ടൈലാണ്. ഞാൻ ഇത് വെച്ച് ഒരു വില്ല മൊത്തം എസൻസ ടീക്ക് വെച്ച് ചെയ്ത ഒരു വില്ല ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു വില്ല 20-22 വില്ല ഉള്ള ഒരു വില്ല പ്രൊജക്റ്റ് ആയിരുന്നു. ഏറ്റവും മനോഹരമായ വില്ല ഇത് വെച്ച് വിരിച്ച ആ ഒരു വില്ലയായിരുന്നു. കാരണം അതാണ് വുഡിന്റെ പവർ. നമ്മൾ പലപ്പോഴും വുഡ് ഒരു മെയിൻ ഫ്ലോറിംഗ് ടൈലായിട്ട് നമുക്ക് എടുക്കാൻ ജനറലി പലർക്കും പേടിയാണ്. അത് വുഡ് അവിടെ ഇവിടെയും കട്ടളയ്ക്കും കടവിനും അല്ലെങ്കിൽ മെയിൻ ഡോറിനും അവിടെയൊക്കെ നമ്മൾ വുഡ് ഉപയോഗിക്കാനും ഇപ്പൊ പിന്നെ സ്റ്റെപ്പിനും കൂടെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഫുൾ ഫ്ലോർ, ഒരു മെയിൻ ഫ്ലോർ വുഡ് ആക്കാനുള്ള ഒരു ഐഡിയ ഇതുവരെയും അത് അത്രയും അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കസ്റ്റമേഴ്സെ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാറുള്ളൂ. ബട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രസ്റ്റഫിന്റെ സെൻസ ടീക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ഇതിനകത്ത് വുഡിന്റെ ഗ്രെയിൻസിനകത്ത് ഒരു ഡയറക്ഷൻ ഇല്ല, അതായത് ഇതിനകത്ത് ഗ്രെയിൻസേ ഇല്ല. ഇത് ബേസിക്കലി ഒരു വുഡിന്റെ ചീള് നമുക്ക് അറിയാം. നമുക്ക് പ്ലൈവുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മരം കൊണ്ട് വെക്കുമ്പം അതിനെ ഒരു മെഷീൻ വന്നാൽ പൂളി എടുക്കുമെന്ന് വേണേൽ നമുക്ക് പഴം പൂളുന്ന പോലെ ഇതിനകത്തുനിന്ന് ഒരു ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പം ബേസിക്കലി പ്ലൈവുഡിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു പീസ്, ഒരു മരത്തിന്റെ ഒരു മേളത്തെ ഒരു സർഫേസ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ലുക്കാണ്. വളരെ റെയറാ ഇതുപോലത്തെ മെറ്റീരിയൽസ് കാണാൻ കിട്ടാൻ മാർക്കറ്റിൽ. സോ എന്തെങ്കിലും വുഡ് വെച്ച് കൂടുതൽ വലിയ സ്പേസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരുപാട് ഗ്രെയിൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ എസൻസ ടീക്ക്. എസൻസ വെങ്കയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഏറ്റവും കൂടുതൽ സ്റ്റെപ്സ് കട്ട് ചെയ്തേക്കുന്ന ഒരു ടൈലാണ്. സ്റ്റെപ്സിന്റെ ഒരു ഫേവറേറ്റ് ആണ് കോൺട്രാക്ടേഴ്സിന്റെ. കാരണം ഇത് വെച്ച് ചെയ്ത സ്റ്റെപ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമ്മൾ തിരിച്ചു വരാം. താഴത്തെ ടൈല് നോക്കേണ്ട ഹസ്റ്റാൻഡ് തന്നെ 2 വേറെ വേരിയൻസ് ആണ്, 2 വേറെ പ്രിന്റ് വേരിയൻസ് ആണ്. അതിന്റെ മേളിലിരിക്കുന്ന ടൈല് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ താരം, അതായത് കെറോനൈറ്റിന്റെ ഹെംലോക്ക് നാച്ചുറൽ. കെറോനൈറ്റ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും അപ്കമിങ് ബ്രാൻഡാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്രാൻഡ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കാണാനുള്ള ബ്യൂട്ടി മാത്രമല്ല, പ്രൈസും ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ആവുന്നത്. സോ ഹെംലോക്ക് നാച്ചുറൽ കെറോനൈറ്റിന്റെ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ടൈലാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ടിംബർ റോസ്വുഡിനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ കാണുന്നത്. അത് കെറോനൈറ്റ് പോലത്തെ ഒരു ബ്രാൻഡാണെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കളർ ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ 5 സ്റ്റാർ ലെവലിലെ ഒരു കളർ സ്കീമാണ്. ആ ഒരു കളർ ആണ്, പക്ഷേ ഗ്രെയിൻസ് സ്വല്പം കൂടുതലാണ്. ബട്ട് അത് ഇഷ്ടപ്പെടും. കാരണം സാധാരണ ജനങ്ങൾക്ക് ഗ്രെയിൻസ് ഇച്ചിരി കൂടി നിൽക്കുന്ന മോഡൽസ് തന്നെയാണ് ഇഷ്ടം, കുറയുന്ന ഇഷ്ടമല്ല. സോ എനിവേ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഒരു ആംഗിളിൽ നിന്ന് ഇതൊരു ചീപ്പ് ടൈലാന്ന് ഫീൽ ചെയ്യത്തില്ല. സോ പ്രൈസിന്റെയും ബ്യൂട്ടിയുടെയും ഒരു വളരെ യുണീക്ക് ബാലൻസ് ആണ് ഹെംലോക്ക് നാച്ചുറൽ. സോ ഫുൾ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 3000 സ്ക്വയർ ഫീറ്റ് എൻ്റെ തന്നെ ഉണ്ട്. ഇവിടെ വരാം, കാണാം, എടുക്കാം, എൻജോയ് ചെയ്യാം. സോ കഥ ഇവിടെ തീരുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ എല്ലാം എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തിലുള്ള 4x2 ടൈൽ അല്ലെങ്കിൽ 4x2 വുഡൻ പ്രിന്റ് ഉള്ള ടൈൽസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് വുഡ് അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിംഗിന്റെ ഏറ്റവും ഒത്തന്റിക് പാറ്റേൺ, അതായത് പ്ലാങ്ക് സൈസിൽ വുഡൻ ടൈല് വിരിച്ചാൽ അതിന് ഉള്ള കളക്ഷൻ ഇവിടെ എന്തുണ്ട്, അല്ലെങ്കിൽ ജനറൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട എന്തൊക്കെയുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രോം നിറ്റ്കോ അഗെയിൻ. നിറ്റ്കോയുടെ
ഒരു ടൈലാണ്. നിങ്ങൾ ഈ കാണുന്ന 4 ടൈലും നിറ്റ്കോയുടെ ടൈലാണ്. പക്ഷെ ഇതാണ് നിറ്റ്കോയുടെ ഏറ്റവും യുണീക്ക് ആൻഡ് മോസ്റ്റ് ഹൈലി സെല്ലിംഗ്, മോസ്റ്റ് അഡ്മയർഡ് ആൻഡ് മോസ്റ്റ് സോൾഡ് പ്രോഡക്റ്റ് എവർ. അതാണ് ക്ലാസിക് ഷെർവുഡ്. ക്ലാസിക് ഷെർവുഡ് കുറഞ്ഞ ഒരു 17 വർഷമായി ഞാൻ തന്നെ ഈ പേര് കേൾക്കാൻ തുടങ്ങിയത്. 17 ഇയേഴ്സ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന ഒരു ടൈലാണ്. ഈ ടൈലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 60 സെന്റിമീറ്റർ ബൈ 15 സെന്റിമീറ്റർ സൈസ് ആണ്. സോ 60-15 കറക്റ്റ് 2 അടി 4 അടി ആണ് ഇതിന്റെ സൈസ്. ഈ സൈസ് നമുക്ക് തരുന്ന ഫ്ലെക്സിബിലിറ്റി എന്താന്ന് വെച്ചാൽ വളരെ ചെറിയ സ്പേസസിൽ നമുക്ക് വുഡ് ഇടാം. വുഡ് ഇട്ട് നമുക്ക് ആ സ്പേസിനെ, നമുക്കറിയാം വുഡിന്റെ ചെറിയ പീസസ് ആക്കി ഇടുന്നതും വുഡ് മൊത്തത്തിൽ ഇടുന്നതും തമ്മിൽ രണ്ടും 2 ആംബിയൻസ് ആണ്. അപ്പം വുഡിനെ ചെറിയ പീസാക്കി നമ്മൾ ഇടുവാണെങ്കിൽ അത് അവിടെ ഒരു ചെറിയ സ്പേസിനെ പോലും വളരെയധികം വാല്യുബിൾ ആക്കി മാറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ബെഡ്റൂം ഉണ്ട്, ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പല വീടുകളിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത വീടുകളാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലോസറ്റ് റൂം കാണും, അല്ലെങ്കിൽ ഒരു പൗഡർ റൂം കാണും, അല്ലെങ്കിൽ തുണിയൊക്കെ വാർഡ്രോബ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു റൂം കാണും. അപ്പോൾ അതൊരു വളരെ ചെറിയ സ്പേസാണ്. മേ ബി ഒരു 30 സ്ക്വയർ ഫീറ്റ്, ഹാർഡ്ലി 30 to 45 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ആ സ്പേസ്. പക്ഷെ ആ 45 സ്ക്വയർ ഫീറ്റിൽ നോർമലി ഒരു 90% കേസസിൽ ബെഡ്റൂമിൽ എന്തുവാണോ ഇട്ട് ആ ടൈല് തന്നെ അവിടെ അങ്ങിടും. കാരണം ഡെഫിനറ്റ്ലി അവിടുന്ന് ബാത്റൂം എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈലായിരിക്കും. അപ്പം നല്ലൊരു സ്കീം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ആ ഒരു സ്പേസിനെ ഒഴിവാക്കിക്കൊണ്ട് ബെഡ്റൂമിൽ ഒരു ടൈല്, ബാത്റൂമിൽ ഒരു ടൈല്, പൗഡർ റൂമിൽ എപ്പോഴും ഇടുന്ന ഒരു ടൈലാണ് ഈ പ്ലാങ്ക്, ചെറിയ പ്ലാങ്ക്സ്. കാരണം ആ പൗഡർ റൂം വളരെ സ്പെഷ്യൽ ഒരു റൂമാണ്. വളരെ ഒരു ദിവസത്തിന്റെ തുടക്കം നമ്മുടെ ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വസ്ത്രം നമുക്കുള്ളതിനകത്ത് എടുത്ത് നമ്മൾ അത് ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ്. നമ്മൾ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ച് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്ത്സും മറ്റു കാര്യങ്ങളും സെലക്ട് ചെയ്ത് നമ്മുടെ മേക്കപ്പ്, നമ്മുടെ ഹെയർ ഡു, നമ്മുടെ ഗ്രൂമിങ് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇൻ കേസ് അത് പൗഡർ റൂമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോർ കിടന്ന അത് ആ സന്തോഷത്തിനെ കുറച്ചുകൂടെ മാറ്റുകൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ യുണീക്ക് ആയിട്ടൊരു ടൈലാണ്. ഇതിനെ നമുക്ക് എലിവേഷൻ ടൈലായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് കിച്ചൺ ഡാഡോ ആയിട്ട് യൂസ് ചെയ്യാം, കിച്ചണിന്റെ ഫ്ലോർ ആയിട്ട് യൂസ് ചെയ്യാം. സാറ്റിൻ ഫിനിഷ് ആണ്, അതാണ് ഈ ടൈലിന്റെ സെക്കൻഡ് ഏറ്റവും നല്ല പ്രത്യേകത. സാറ്റിൻ ടൈൽ എന്ന് പറയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്, കാരണം സാറ്റിൻ ഫിനിഷാണ്. സാറ്റിൻ ഫിനിഷിൽ വുഡൻ ടൈൽസ് മാർക്കറ്റിൽ ടോട്ടൽ കളക്ഷന്റെ 1% പോലും ഇല്ല. 100-ൽ 1 ഡിസൈൻ സാറ്റിൻ ഫിനിഷിൽ കിട്ടിയാലായി. അതുകൊണ്ട് നിങ്ങൾ സാറ്റിൻ ഫിനിഷ് വുഡ് പ്രിന്റ് നോക്കി, അല്ലെങ്കിൽ വുഡൻ പ്ലാങ്ക് എസ്പെഷ്യലി നോക്കി നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷനേ ഇല്ല, നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ക്ലാസിക് ഷെർവുഡിൽ തന്നെ വരും. സോ ഇതിന്റെ ഒരു ഫുൾ വാൾ ചെയ്ത ഒരു ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അത് ഈ ക്ലാസിക് ഷെർവുഡ് വെച്ച് 7 വർഷം മുമ്പ് ചെയ്ത ഒരു വാളാണ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ നാൾ ഞങ്ങൾ നിറ്റ്കോ ചെയ്യാതിരുന്നു, പക്ഷെ എന്നാലും ആ വാള് ഞങ്ങൾ ഇളക്കി കളഞ്ഞില്ല, കാരണം അത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അത് ബ്രാൻഡിനും പ്രൊഡക്ട്സിനും ടൈൽസിനും ഒക്കെ പുറമേ ഉള്ള ഒരു ഭംഗിയാണ് ക്ലാസിക് ഷെർവുഡിനുള്ളത്. അപ്പം 17 വർഷത്തെ ലോങ് റൺ കഴിഞ്ഞ് ഇന്നും നോൺ സ്റ്റോപ്പ് ഓടുന്ന ടൈല ഇത്രയും സമയം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി, ഞാൻ കൊടുത്തു. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. അപ്പം നമുക്ക് ഇനി അടുത്ത സൂപ്പർ സ്റ്റാർസിലേക്ക് പോവാം. ടൈൽ ലോകത്തിലെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള 1-2 ടൈൽസ് ഇവിടെ ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇതാണ് ഷീഷം റോസ്വുഡ്. ഷീഷം റോസ്വുഡ് കജാരി എറ്റേർണിറ്റിയുടെ ഒരു ടൈലാണ്. എറ്റേർണിറ്റി വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സൈസുമായിട്ട് മാർക്കറ്റിൽ വന്നു. ഞാൻ പറഞ്ഞു എറ്റേർണിറ്റി ഒരു സമയത്ത് വുഡ് ടൈൽസിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത സമയത്താണ് അവർ ആ ഒരു ഗ്രൂപ്പിനകത്ത്, അതായത് 4x2, 2x2 ആൻഡ് 120x20 സൈസ് ആൻഡ് 80x13 സൈസ്. അപ്പൊ ഈ 4 സൈസുമായിട്ടാണ് കജാരി ഒരു യുണീക്ക് ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റുമായിട്ട് മുമ്പോട്ട് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു മെറ്റീരിയലാണ് ഈ 80x13 സൈസ്, 80 സെന്റിമീറ്റർ ബൈ 13 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ഇതിനകത്ത് ലൈൻസ് കാണുമ്പോൾ അറിയാം, വളരെ തിൻ പ്രൊഫൈലാണ്, എന്നാൽ നീളം കൂടുതലാണ്, ഡിസ്പ്രപ്പോർഷനേറ്റ്ലി സ്മോൾ വീതിയാണ്. അപ്പം അതിനകത്ത് 3-4 കളേഴ്സ് ഉണ്ട്. നമ്മുടെ ഇതിൽ തന്നെ 4 ഐറ്റം സ്റ്റോക്കിലുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ എൻ്റെ ഷോറൂമിൽ വന്ന് എൻ്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എടുത്ത ഒരു മെറ്റീരിയലാണ് ഷീഷം റോസ്വുഡ്. ഇപ്പൊ കിട്ടാനില്ല, കാരണം കേരളത്തിൽ മാത്രമേ ഇതിന് ഡിമാൻഡ് ഉള്ളൂ എന്ന് പറഞ്ഞ് കമ്പനി ഇതിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുക. സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ഡിസ്മിസ് ചെയ്തിട്ടില്ല. അഗെയിൻസ്റ്റ് ഓർഡർ കേരളത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ലോട്ടിന്റെ ഓർഡർ ആയി തീരുമ്പോൾ കമ്പനി ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിലെ എല്ലാ ഡീലേഴ്സിനും അയക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ സ്കീം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ആവുകയാണ്. അതായത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വുഡിന് ഇത്രയും ഡിമാൻഡ്. അതിനി ആക്ച്വൽ വുഡ് ആയാലും അല്ലെങ്കിൽ അത് ടൈലിന്റെ ഫോമിലായാലും വുഡ് ക്രേസി ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഷീഷം റോസ്വുഡ് ഒരു വാം ഗോൾഡൻ ഹ്യൂ ആണ്. ചെറിയ തേക്കിന്റെ ഗ്രെയിൻസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കളർ. പേഴ്സണലി എനിക്ക് ഇത്രയും ബ്രൈറ്റ് കളേഴ്സ്
ഗ്ലാസ് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കാൻ, ഞാനൊരു വീട് വെക്കുവാണെങ്കിൽ എനിക്കിത് ഒഴിവാക്കാൻ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സാധനമാണ് നെക്സ്റ്റ് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ബെസ്റ്റ് സെല്ലിംഗ് എന്നല്ല, ഇപ്പം ശീശം റോസ്വുഡിനെ സസ്പെൻഡ് ചെയ്ത് പിന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് ശീശം മഹാഗണി. ഇപ്പം മഹാഗണിക്കകത്ത് നമുക്കറിയാം മഹാഗണിയുടെ ഒരു കളറാണ്, നമ്മൾ ഇതിന് വെങ്കെ എന്നും പറയും ഈ കളറിന്. സോ അതിനകത്ത് വളരെ ഒരു കോൾഡ് കളറാണ്. ഇത് വളരെ വാം കളറാണെങ്കിൽ ഇത് വളരെ കോൾഡ് ഒരു കളറാണ്. പക്ഷെ ഒരു നോർഡിക് കളർ എന്നും പറയാം, അല്ല നോർഡിക് ടേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ക്ലാസ് ഓഫ് മെറ്റീരിയലാണ്, വളരെ അധികം സെയിലുള്ള ഒരു മെറ്റീരിയലാണ്. സോ അതിനെക്കാട്ടിലും കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ഇസ് നിസ്ന റോസ്വുഡ്. നിസ്ന റോസ്വുഡ് അപ്പോൾ നമുക്കറിയാം ഈ ഓരോ ടൈലിനും ഓരോ സർഫേസും കൂടിയാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് ഗ്രിപ്സ് ഒരു നോർമൽ ഗ്രിപ്പാണ്, ഇതിനകത്ത് ഒരു നോർമൽ ഗ്രിപ്പാണ്. പക്ഷേ നമ്മൾ നിസ്ന റോസ്വുഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗ്രിപ്പ് ലെവൽ കുറച്ചുകൂടെ കൂടും. എന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പ് ഊരി ഇതിന്റെ പുറത്ത് നടക്കുവാണെങ്കിൽ നിസ്ന റോസ്വുഡ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈൽ അതിന്റെ പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേൺഡ് ഓക്ക് ഫിനിഷ് ആണ്. ബേൺഡ് ഓക്ക് എന്ന് വെച്ചാൽ തടിയുടെ സർഫേസ് കരിച്ചു കളഞ്ഞ ഒരു റസ്റ്റിക് ആക്കിയ ഒരു സർഫേസ്. ഇത് നോർമലി ഒരു പ്രാക്ടീസ് അല്ല. പക്ഷേ പഴയ കാലത്ത് യൂറോപ്പിൽ അന്ന് ടൈൽസിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വുഡായിരുന്നു. വുഡ് ആയിരിക്കുന്ന സമയത്ത് ബാറുകളിലും റെസ്റ്റോറൻറ്റ്സിലും അങ്ങനെ പബ്ലിക് പ്ലേസസിൽ പലപ്പോഴും തീ പിടിക്കുമ്പം ഈ നല്ല തടിയാണ് അവർ ഉപയോഗിക്കുന്ന ഫ്ലോറിന്. സോ തീ പിടിച്ച എത്ര ആള് തീ പിടിച്ചാലും അത് അണയ്ക്കുന്നതിന് മുമ്പ് ഈ തീ സർഫേസ് വിട്ട് താഴോട്ട് ഈ തടിയെ കത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആ സർഫേസ് മാത്രം ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ സർഫേസ് തന്നെ വീണ്ടും ഉപയോഗിക്കും. അങ്ങനെ ഇത് ഓവർ എ പീരീഡ് ഓഫ് ലെറ്റ്സ് എ മെനി ഇയേഴ്സ്, ഒരു 20-30 വർഷം ഒരു ബാറ് ഓപ്പറേഷനിലായി കഴിയുമ്പം അതിന്റെ ഫ്ലോർ പലതവണ അവിടെ ഇവിടെയൊക്കെ തീ പിടിച്ച് അല്ലെങ്കിൽ സാധനങ്ങൾ വീണ് തുടച്ച് മുറിഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ ആസിഡ് വീണ് എങ്ങനെങ്കിലുമൊക്കെ ഈ തടിക്ക് വന്ന കേടുപാടുകൾ അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫിനിഷാണ്. അതിനാണ് നമ്മൾ ബേൺഡ് വുഡ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബേൺഡ് വുഡ് ലുക്കിലെ കജാരിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈലാണ് നിസ്ന റോസ്വുഡ്. 80x13 സൈസിൽ അവൈലബിൾ. ബ്യൂട്ടിഫുൾ ടൈല. എലിവേഷൻ, കിച്ചൺ, സ്റ്റോർ റൂം, പൗഡർ റൂം, ക്ലോസറ്റ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ ബാത്റൂമിനകത്തും ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഗ്രേ ടൈലിന്റെ കൂടെ എസ്പെഷ്യലി. സോ നെക്സ്റ്റ് ഈസ് അതേ സൈസിലെ ചെസ്റ്റർ ബർമ റോസ്വുഡ്. ബർമ റോസ്വുഡ് ആക്ച്വലി ചെസ്റ്റർ ടീക്ക് എന്ന് പറയുന്ന ഒരു ടൈലുണ്ട്. വലിയ സൈസാ, 4 അടി ബൈ 20 സെന്റിമീറ്ററിന്റെ പ്ലാങ്ക്സ്, വലിയ പ്ലാങ്ക്സിന്റെ അതേ പ്രിന്റ് നമുക്ക് ചെറിയ സൈസിൽ കിട്ടുന്നതാണ്. സോ ചെസ്റ്റർ ടീക്ക് വെരി ക്ലാസി ഗ്രെയിൻസ് ആണ്. ഒരു ആബ്സ്ട്രാക്ട് ലുക്ക് ആണ്. അതായത് വലിയ ഒരു പ്ലാങ്കിനകത്തുനിന്ന്, വലിയ ഗ്രെയിൻസ് ഉള്ള പ്ലാങ്കിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത ചെറിയ പ്ലാങ്ക്സ്. അപ്പൊ നമ്മൾ ശീശം മഹാഗണി അല്ല ശീശം സീരീസിനകത്ത് അല്ലെ നിസ്ന സീരീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്ലാങ്കും ഇൻ ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ് ആ പ്രിന്റ്. പക്ഷെ ചെസ്റ്റർ ടീക്കിൽ വരുമ്പോൾ ഒരു ടൈലിനകത്തും ഡിസൈൻ കംപ്ലീറ്റ് അല്ല. സോ വിച്ച് മീൻസ് ഒരു യുണീക്ക് ആബ്സ്ട്രാക്ട് ലുക്ക് ഈ ടൈലിനകത്ത് വരും. ഒരു ഫ്ലോറിന് ഒരു ടൈംലെസ് ക്ലാസിക് ലുക്ക് ചെസ്റ്റർ ടീക്ക് അല്ലെങ്കിൽ ബർമ റോസ്വുഡ്. ഇത് രണ്ടും യുണീക്ക് മെറ്റീരിയലാണ് ആ അർത്ഥത്തിൽ. അതായത് ഒരു സിംഗിൾ പ്ലാങ്കിൽ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നില്ല. സോ എന്തോ വലുത് ഇതിന്റെ അപ്പുറത്തുണ്ട് വരാനുണ്ടെന്നുള്ള ഒരു കാത്തിരിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ടൈലാണ്. സോ ബർമ റോസ്വുഡ് ആൻഡ് ചെസ്റ്റർ ടീക്ക്. അതിന്റെ താഴെ കാണുന്നത് നമ്മുടെ അലോൻസ റോസ് ആണ്. അലോൻസ റോസ് റിലേറ്റീവ്ലി പുതിയ എൻട്രന്റ് ആണ്. ഐ തിങ്ക് റിലീസായിട്ട് 6 മാസം എങ്ങാണ്ടായതേ ഉള്ളൂ. പക്ഷേ എറ്റേണിറ്റിയിൽ പുതിയൊരു പ്രൊഡക്റ്റ് വന്നാൽ നമ്മൾ എടുക്കണം, കാരണം വുഡ് എറ്റേണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. സോ അലോൻസ റോസ് നമ്മൾ കണ്ട് അതിനകത്ത് ബേസിക്കലി ഒരു ഡീപ്പ് ഒരു നിലമ്പൂർ തേക്കിന്റെ കളറാണ്. ഇപ്പൊ നിലമ്പൂർ തേക്ക് നമുക്കറിയാം വളരെ യുണീക്ക് ഒരു ട്രീ ആണ്, വളരെ യുണീക്ക് ആണ് കേരളത്തിന്. കാരണം നിലമ്പൂരിൽ ഉണ്ടാകുന്ന തേക്കിന് നോർമൽ തേക്കിന്റെ ഒരു മഞ്ഞ കളറല്ല, ഒരു ചുമപ്പ് ടിഞ്ച് അതിനകത്ത് ഒരു ചുമപ്പിലേക്ക് പോകുന്ന ഒരു മഞ്ഞ കളറാണ് നിലമ്പൂർ തേക്കിന് വരുന്നത്. സോ പലരും തേക്ക് എടുത്ത് അതിനെ സ്റ്റെയിൻ ചെയ്ത് നിലമ്പൂർ തേക്ക് ആക്കാറുണ്ട്. അപ്പൊ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവറായി പോകും, എന്നിട്ട് അത് മൊത്തത്തിൽ അങ്ങ് പിങ്ക് ആയി പോകും. പക്ഷെ ഒറിജിനൽ നിലമ്പൂർ തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു ലുക്ക് നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു ഇതാണ് അലോൻസ റോസ്വുഡ്. അടുത്തത് നമ്മൾ നേരത്തെ കുറെ സമയമെടുത്ത് സംസാരിച്ച ഒരു ടൈലാണ്. അതായത് കജാരിയ എറ്റേണിറ്റിയുടെ ഒരു തൂണെന്ന് തന്നെ പറയാം, ഒരു നെടും തൂണെന്ന് പറയുന്ന ടൈലാണ് ടിംബർ റോസ്വുഡ്. എത്ര വർഷമായി കജാരിയ എറ്റേണിറ്റി അത്രയും വർഷം ഈ ടൈലായി സക്സസ്ഫുള്ളി ഓടുന്നു, ഇന്നും ഓടുന്നു. ഏതൊരു കജാരിയ എറ്റേണിറ്റി ഡീലർഷിപ്പിലും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഇരിക്കുന്ന മെറ്റീരിയലാണ് ടിംബർ റോസ്വുഡ്. കാരണം എപ്പോഴും ഡിമാൻഡ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒന്നാമത് ഇതിന്റെ ഒരു സ്മോക്കി ഒരു ബേൺ ലൈൻസ് ആണ്. ഈ കറുത്ത ലൈൻസ് കാണുന്നത് ആക്ച്വലി ബേൺ ലൈൻസ് ആണ്. പക്ഷേ ഈ ബേൺ ലൈൻസ് നിസ്ന റോസ്വുഡിന്റെ ആ ബേൺ ടോക്ക് ഫീൽ ഇതിനകത്ത് വരുത്തുന്നില്ല. കാരണം ഇത് വളരെ നീറ്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ ക്രിയേഷൻ ആണ്. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ് വളരെ ബ്യൂട്ടിഫുൾ ഐ കാച്ചിങ് സൂതിങ് ടൈലാണ്. സ്ട്രക്ചേർഡ് സർഫേസ് പ്ലാങ്കിനകത്തും ഉണ്ട്. ഇപ്പൊ പ്ലാങ്ക് 120x20 സൈസിലാണ് വരുന്നത്. 120x20 സൈസിൽ സ്ട്രക്ചേർഡ് സർഫേസ് ഉള്ള എന്റെ അറിവിൽ ഏക ടൈലാണ്. സ്ട്രക്ചേർഡ് സർഫേസും അതിന്റെ പുറത്ത് ഒരു മാറ്റ് പ്രിന്റും ബ്യൂട്ടിഫുൾ വ്യൂ ടിംബർ റോസ്വുഡ്. കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 4x2 കുറിച്ച് പറയാനുള്ള എല്ലാം ഇതിനെക്കുറിച്ചും പറയാനുള്ളൂ. വീടിനകത്ത് പ്ലാങ്ക് യൂസ് ചെയ്ത അല്ലെങ്കിൽ പ്ലാങ്ക് ഇട്ട ഏതൊരു സ്പേസിനും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് മാനസികമായിട്ട് അതിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം ആ സ്പേസിനോട് തോന്നും. പക്ഷെ പഴഞ്ചനായി പോവുമോ, പിന്നെ എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ വിചാരിച്ച് പല കാരണങ്ങൾ
കാരണങ്ങൾ കൊണ്ടാണ് കസ്റ്റമേഴ്സ് പലപ്പോഴും ഇത് ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ പുതിയ വീടാണ് വെക്കുന്നതെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഡെഫിനറ്റ്ലി കഴിവതും ഇത്തിരി പേഴ്സണൽ ഏരിയാസ് ലൈക്ക് ബെഡ്റൂം അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ, വളരെ കോമൺ ആയിട്ടുള്ള ഏരിയ ലൈക്ക് കോർട്ട്യാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ഏരിയ, ഒരു മേ ബി ലിവിംഗ് റൂമിന്റെ ഒരു പോർഷൻ പ്ലാങ്ക് ഇടണം. കാരണം പ്ലാങ്ക് വീടിന് തരുന്ന വുഡൻ പ്ലാങ്കിന്റെ ഷേപ്പിലുള്ള ടൈൽസ്, ഒറിജിനൽ പ്ലാങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വുഡിന്റെ ഒരു എലമെന്റ് നമ്മുടെ ഫ്ലോറിൽ വരുമ്പോൾ അത് നമ്മുടെ വീടിന് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് നൽകും. അപ്പോൾ അതിന്റെ താഴെ ഇരിക്കുന്നതാണ് അലോൻസ ടീക്ക്. ഇതും ജസ്റ്റ് 6 months ബാക്ക് റിലീസ് ചെയ്ത ഒരു ടൈലാണ്. അലോൻസ റോസ്വുഡിന്റെ ഒരു റോസ് കളർ ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നു നിലമ്പൂർ തേക്കിന്റെ ഒരു കളർ, പക്ഷെ ഇത് ടീക്കിന്റെ തന്നെ ഒരു സ്റ്റെയിൻ ടീക്കിന്റെ ഒരു ഫിനിഷ് ആണ്. അതിനകത്ത് ബ്ലാക്ക് ഗ്രെയിൻസും ഉണ്ട്. സോ ലുക്ക് അറ്റ് ദാറ്റ്. ഇതിന്റെ താഴെ കാണുന്ന ടൈൽ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടൈലാണ്. ഒരുപാട് സെയിൽ വരാറില്ല, പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും. ഇതിന്റെ പേരാണ് മൻഹാട്ടൻ ടീക്ക്. സോ മൻഹാട്ടൻ ആയിട്ട് ഇതിന് ഒരു ബന്ധമില്ല, ഇത് ജസ്റ്റ് പേരിട്ടതാ, ഒരു പേരിടാൻ വേണ്ടിയിട്ട് ഒരു ക്യാച്ചി പേരിടാം. ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ഫിനിഷ് ആണ്. അതായത് അബ്സല്യൂട്ട്ലി അൺപ്രോസസ്ഡ് ടീക്കിന്റെ ലുക്കാണ്. അൺപ്രോസസ്ഡ് ടീക്ക് തേഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഈ അൺപ്രോസസ്ഡ് ടീക്ക് തേഞ്ഞ് നമ്മൾ കാണണമെങ്കിൽ അത് പുതിയ കൺസ്ട്രക്ഷൻസിൽ കാണാൻ കിട്ടത്തില്ല. അതിന് നമ്മൾ പോകേണ്ടത് പഴയ കൺസ്ട്രക്ഷൻസ്, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിഞ്ഞ ബിൽഡിങ്സ് അല്ലെങ്കിൽ 60കളിലോ 70കളിലോ ടീക്കൊക്കെ അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത് പബ്ലിക് പ്ലേസസിൽ യൂസ് ചെയ്ത ടീക്കിനകത്ത് ഒബ്വിയസ്ലി അവിടെ ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇൻഫാക്ട് വെതറിങ് ശരിക്കും അഫക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടീക്കിന്റെ കുറെ സോഫ്റ്റ് പോർഷൻസ് എല്ലാം തേഞ്ഞു പോയിട്ട് അതിന്റെ ഗ്രെയിൻസ് മാത്രം തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് പഴയ കോടതികൾ അതിന്റെ റെയിലിങ്സ്, അവിടുത്തെ കസേരകൾ, മേശകൾ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷ് ടീക്ക് കിട്ടും. അപ്പോൾ വളരെ ഡ്രൈ റസ്റ്റിക് ലുക്കുള്ള ഒരു ടീക്കാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മൻഹാട്ടൻ ടീക്ക് ഫ്രോം കജാരിയ എറ്റർണിറ്റി. ഇനി അടുത്ത ഒരു വളരെ സുപ്രധാനമായ ഒരു കജാരിയ എറ്റർണിറ്റിയുടെ ഒരു ടൈലാണ് വാൻകൂവർ ഓക്ക്. അഗെയിൻ ഇതിന് വാൻകൂവർ ആയിട്ടോ ഓക്കോ ആയിട്ടോ ഒരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു യെല്ലോയിഷ്, ഒരു വാം കളർ, ഒരു വുഡിന്റെ ഇംപ്രഷൻ ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിന്റെ തടി, നമ്മൾ തെങ്ങിന്റെ പ്ലാങ്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ നാര്, തെങ്ങിന്റെ നാര്. അപ്പം ഈ നാര് ഇതിനകത്ത് ഉണ്ട്. ഇതിനകത്തുള്ള പോലെ ഈ നാര് നമുക്ക് കെറോനൈറ്റിലും നമുക്ക് ഹെംലോക്ക് നാച്ചുറലിനകത്തും ഇത് കാണാൻ കിട്ടും. അപ്പം ഇതിനോട് നമ്മൾ വളരെ പോളറൈസിങ് ഒരു ഡിസൈൻ ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഡെഫിനറ്റ്ലി വുഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വന്ന് നോക്കണം. പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്, ബട്ട് മൻഹാട്ടൻ ടീക്കിന്റെ അത്രയല്ല, ബട്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. പിന്നെ ഇത് കജാരിയ എറ്റർണിറ്റിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മഹാഗണി കളർ അല്ല വെങ്കെ കളർ ടൈലാണ്. സെൻ വെങ്കെ ആണ് ഇതിന്റെ പേര്. ടിംബർ റോസ്വുഡ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വിപണിയിൽ കജാരിയ എറ്റർണിറ്റി മാർക്കറ്റിൽ വിറ്റ ടൈലാണ് സെൻ വെങ്കെ. ഇന്നും വളരെ പോപ്പുലർ ആണ്. ഒരു പ്രത്യേക ചാം ഇതിനകത്തുണ്ട്. അപ്പം ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു തടിയുടെ പ്ലാങ്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് സോമിലിനകത്ത് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ ആ സോമിലിന്റെ ഓടിയ ഒരു കട്ടിങ് ഇതിനകത്ത് വരും, അല്ലെങ്കിൽ ആ ബ്ലേഡ് ഓടിയ പാട് ഇതിനകത്ത് വരും. അപ്പം ആ പാടോട് കൂടി തന്നെ ഇതിനെ ഫുള്ളി ക്ലീൻ ചെയ്യാതെ ആ പാട് അവിടെ നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പ്ലാങ്ക് ആണിത്. അപ്പം ഇത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ആക്ച്വൽ വുഡ് വർക്ക്സിനകത്ത്. പക്ഷേ നിലവിൽ എൻ്റെ അറിവിൽ സെൻ സീരീസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. സെന്നിനകത്ത് സെൻ വെങ്കെ ഉണ്ട്, സെൻ ടീക്കും ഉണ്ട്. സെൻ ടീക്ക് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടില്ല. സോ സെൻ ടീക്കും സെൻ വെങ്കയ്ക്കകത്ത് നമുക്ക് ഈ ക്രോസ് ലൈൻസ്, അതായത് വാൾപ്പാട് എന്ന് പറയുന്ന ആ സംഭവം ഇതിനകത്ത് വരും. അതിന്റെ താഴെ ടിംബർ റോസ്വുഡിന്റെ തന്നെ കസിനായ ടിംബർ ഓക്ക്. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സെയിം. ജസ്റ്റ് അതൊരു ഓറഞ്ചിഷ്, ഒരു ബേൺ സ്മോക്കി ഓറഞ്ചിഷ് കളർ ആണെങ്കിൽ ഇതിനകത്ത് പക്ക ഒരു ക്രീം കളർ, അല്ലെങ്കിൽ ഒരു ക്രീമിന്ന് യെല്ലോയിലേക്ക് പോകുന്ന ഒരു ഷെയ്ഡാണ്. ബട്ട് മുറിക്ക് ലൈറ്റ്നെസ് വേണം, നല്ല ലൈറ്റ് ഫീൽ വേണമെന്നുണ്ടെങ്കിൽ കജാരിയയുടെ ടോട്ടൽ കളക്ഷനകത്ത് പൈൻ വുഡ് ഇല്ല. കാരണം പൈൻ വുഡ് എൻ്റെ ഒരു പേഴ്സണൽ വുഡാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിനകത്ത് പണ്ട് എൻ്റെ ഓഫീസിൽ പൈൻ വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർ സം റീസൺ ഒരു കമ്പനിയും പൈൻ വുഡിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പൊടിയുടെ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ പൊടി പറക്കുന്ന നാടാണ്, ചെളി പെരളുന്ന നാടാണ്. അപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ മണ്ണും കാര്യങ്ങളും എല്ലാം ചുവപ്പ് കളറും ചെളിയും, പിന്നെ നമ്മുടെ തന്നെ ഒരു വീടിന്റെ രീതികളും നമ്മുടെ മിറ്റവും, ഇതെല്ലാം കൊണ്ട് നമുക്ക് പൈൻ വുഡ് പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. സോ അതുകൊണ്ടാണ് പല കമ്പനീസ് ഇത്രയും ലൈറ്റ് ഷെയ്ഡ് വുഡ് ഇറക്കാതെ വുഡ് എപ്പോഴും ഡാർക്കർ ഷെയ്ഡ്സിൽ ഇറക്കുന്നത്. അപ്പോൾ ലൈറ്റർ ഷെയ്ഡിലെ വളരെ കുറച്ച് കളക്ഷൻസിൽ ഏറ്റവും നല്ല കളക്ഷൻ, ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ടിംബർ ഓക്ക്. യു ആർ ലുക്കിംഗ് ഫോർ ലൈറ്റ് കളർ വുഡ് ഇൻ പ്ലാങ്ക് ഓർ ഇൻ 4x2
4x2 size timber oak is your best choice. So guys, this is the collection, wood collection നിലവിലുള്ളത്. ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് നമ്മൾ പ്ലാങ്കിൽ ചെയ്തുള്ളൂ. ടൈൽസിനകത്ത് നമുക്ക് ബ്രാൻഡഡും സൂപ്പർ ബ്രാൻഡും അൺബ്രാൻഡഡും എല്ലാം ഉണ്ട്. ബിക്കോസ് വുഡ് ഈസ് വുഡ്, ഇൻ എനി വേ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ട്രാൻസ്ഫോംസ് ദ പ്ലേസ് ലൈക്ക് നോ അതർ ടൈൽ ഡസ്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇനിയും ഇതേപോലത്തെ കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കമന്റും ലൈക്സിനും ഞങ്ങൾ കാത്തിരിക്കും. See you in the next video. See you till then.